നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു പുതിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചാനലിലൂടെ പറയുന്നത് സാമ്പത്തികമായിട്ട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പല പരിഹാരങ്ങളും പറയുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാതെ ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക തന്നെ. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തന്നെ വഴിയുള്ളൂ. കുറെ ചെലവ് ചെയ്തിട്ട്, അമിതമായ ചെലവ് ചെയ്തിട്ട് ചെറിയ വരവിലൂടെ അമിതമായ ചെലവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ജീവിതം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൺട്രോൾ ഇല്ലാതെ പോകുന്നതായിരിക്കും. പിന്നെ നമ്മളെ യോഗത്തിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് സാമ്പത്തികം ഇല്ല, നമ്മുടെ വരുമാനം ചെലവ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് ഒരു പൊള്ളയായ കാര്യമായിട്ട് ഭവിക്കുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെലവ് വരും. എല്ലായ്പ്പോഴും ഒരേ ചെലവ് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്രതീക്ഷിതമായിട്ട് ആശുപത്രി വാസമൊക്കെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ വന്നു, നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്കാനിങ് അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ആശുപത്രിയിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും. നമുക്ക് കാറുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും അതിന് വർക്ക് വന്നു കാര്യമായിട്ട്, നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് അതിന് വർക്ക് വരും. അപ്പൊ നമുക്ക് ഇഞ്ചൻ പണിയൊക്കെ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 40,000 50,000 ഒക്കെ പെട്ടെന്ന് പോകും. അതേപോലെ ആശുപത്രിയിൽ പെട്ടെന്ന് വലിയ 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 കേസുകൾ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാകേണ്ടി വരും. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ജീവിതത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ നമുക്ക് നഷ്ടങ്ങളും ചെലവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യക്കുറവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാവർക്കും ഉള്ളതാണ് ജീവിതത്തിൽ. നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെലവുണ്ട്. ഒരു കാറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കും ആ വണ്ടി മേടിക്കുക. അതായത് ചെറിയ വരുമാനമുള്ളവർ ചെറിയ അൾട്ടോ കാറുകളൊക്കെ മേടിച്ചു പോകുന്നുണ്ട്. ഇനി അതിലും കുറഞ്ഞവര് ചിലവര് ഇനിയിപ്പോ വരുമാനം ഉണ്ടെങ്കിൽ വണ്ടിയൊന്നും വാങ്ങിക്കാത്തവരുണ്ട്. അതിന്റെ ചെലവ് ആകെ വേണ്ടെന്നുള്ളവരുണ്ട്. എന്നാൽ ഈ അത്രയും വരുമാനം ഇല്ലാത്ത ആൾക്കാർ വണ്ടിയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളൊക്കെ ഉള്ള ആൾക്കാർ വണ്ടി വാങ്ങിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ചെലവുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരു 4 ടയർ മാറ്റണമെങ്കിൽ ഒരു മിനിമം ചെറിയൊരു വണ്ടിയാണെങ്കിൽ പോലും 10-18 റുപ്യോളം വരും. ഇനി 16 റുപ്യെങ്കിലും ചെറിയ വണ്ടിക്ക് വരാം. അങ്ങനെ വലിയ വണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച് 25, 20, 30 അങ്ങനെ പോവുക. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അമിതമായ ചെലവായി. അപ്പൊ അത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് തന്നെ ആ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതിന് ഒരു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ചെലവ് കൂടുതലാണ്, നമുക്ക് വരുമാനം കുറവാണ് എന്നതൊക്കെ കണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യണം ജീവിതത്തിൽ. അപ്പൊ നമുക്ക് സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിന്ന് ജീവിച്ചു പോകാനുള്ള ഒരു വഴി ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും ജനിക്കുന്നത് സമ്പന്നരായിട്ടല്ല. സാമ്പത്തികത്തിൽ മുങ്ങി ആറാടി നടക്കുന്നവരുണ്ട് ജീവിതകാലം മുഴുവൻ. അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് അവർക്ക് ഒരിക്കലും അറിയില്ല. കാരണം അവർ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതലേക്ക് സമ്പത്തും എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. അവർക്ക് സാമ്പത്തികം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തവനെയാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വരാത്തൊരാൾക്ക് പറയാം, ഓ അസുഖം, എന്തസുഖം, അയാൾക്ക് അസുഖമില്ല, അയാൾക്ക് അതുകൊണ്ട് ആ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല, അതിന്റെ ചെലവുകളെ കുറിച്ച് അറിയില്ല, അത് മാറാനുള്ള ആ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് വന്നവന് ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടും അറിയും. അതേപോലെയാണ് സാമ്പത്തികത്തിന്റെ കാര്യം പറഞ്ഞത്. ഇല്ലാത്തവനെയാണ് ബുദ്ധിമുട്ട് അറിയുള്ളൂ. വിശക്കുന്നവനല്ലേ വിശപ്പിന്റെ വില അറിയുള്ളൂ, വിശക്കാത്തവനും അറിയുള്ളൂ. ഇതൊക്കെ ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് യോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ സമ്പത്ത് വളരാൻ വേണ്ടിയിട്ട്. എന്നാൽ പോലും നമ്മുടെ ചെലവ് ചുരുക്കി കൊണ്ടുപോവുക, ചെലവ് അമിതമായിട്ട് ആവാതിരിക്കുക. ആവശ്യങ്ങൾക്കൊക്കെ ചെലവ് വേണം. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേരെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം കുട്ടികൾക്ക്. അതിന് അമിതമായ ചെലവ് എന്ന് പറയാൻ പാടില്ല. നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മളെ ഒരു സാധാരണ ലെവലിൽ ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിതമായ ചെലവായി നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, അത് എടുക്കും, അങ്ങനെ നമുക്ക് തലയ്ക്ക് മീതെ ലോണിന്റെ തിരിച്ചടയാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ പലിശയുടെ പലിശയും കൂടിയിട്ട് ഒരു സംഖ്യ ബാങ്കിന് കൊടുക്കേണ്ടി വരും. ഈ കുട്ടി എങ്ങാനും എങ്ങനെ പഠിച്ച് ഡോക്ടർ ആയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കുട്ടി ഈ വീടുമായിട്ട് പിന്നെ ആ ഒരു ആത്മബന്ധം പുലർത്തിയില്ല. ഈ രക്ഷിതാക്കൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കിയതാണ്, അത് ഞാൻ തിരിച്ചു വീട്ടണം എന്നുള്ള ചിന്തയില്ലാത്ത കുട്ടിയാണെങ്കിൽ രക്ഷിതാക്കൾ കുടുങ്ങി ജീവിതത്തിൽ. അങ്ങനെ എത്ര കുട്ടികൾ ഉണ്ട്, അങ്ങനെ എത്ര രക്ഷിതാക്കൾ ഉണ്ട് അങ്ങനെ കുടുങ്ങി കിടക്കുന്നവര്. അപ്പൊ എന്നെ വിളിക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, എന്റെ മക്കള്
പോലും എന്റെ സ്വത്ത് എടുത്തു പോയി, ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ, അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്, നമ്മുടെ ജാതകത്തിൽ സമ്പന്നരാവാനും ഐശ്വര്യങ്ങൾ നിലനിൽക്കാനും നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവാനും നമ്മളിപ്പോ ഉയർന്ന ജോലിയിലൊക്കെ ഇരിക്കാനും 7 യോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് 7 അതിലും ഇതുണ്ട്. ഈ ഒരു 7 യോഗങ്ങളെ കുറിച്ച് പറയാം നമുക്കിവിടെ, അല്ലെങ്കിൽ 5 യോഗങ്ങളെ കുറിച്ച് പറയാം. അത് കണ്ടാൽ മതി, നമ്മൾ അത്ര അധികമൊന്നും കാണണ്ട. ഇങ്ങനെ ഈ യോഗങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിപ്പിക്കുക. നിങ്ങളുടെ ജാതകം ഒന്ന് നിങ്ങളുടെ ഒരു അസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുക. നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ജീവിതത്തിൽ ഉയർന്നു നിൽക്കും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ദാമ്പത്യമായിട്ടും സന്താനങ്ങളുമായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾ ഭാഗ്യവാനായി മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു യോഗം നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളുടെ ജാതകത്തിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. ഈ സാമ്പത്തികമായിട്ട് നമുക്ക് തീരെ ഇല്ല എന്ന് പറയുന്നവർ ഒന്ന് പരിശോധിപ്പിക്കുക. അതിന് ഇത്ര ചെലവൊന്നും നമുക്ക് വരുന്നില്ല. ഒരു ദക്ഷിണ കൊടുത്താൽ മതി. ഒരു അസ്ട്രോളജറും ഇപ്പോ ഇത്ര ഫീസ് വേണമെന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോ ഉള്ളവരുണ്ടായിരിക്കും, ഇഷ്ടംമാതിരി ആൾക്കാർ 1500, 2000, 3000 ഒക്കെ ഫീസ് മേടിക്കുന്ന ആൾക്കാരുണ്ട് അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവ സാധാരണ അസ്ട്രോളജർമാരും അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല. നോക്കുന്ന കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ആരും വാങ്ങിക്കാറില്ല. ഇപ്പൊ ഞാനാൽ പോലും അത് ദക്ഷിണ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ദക്ഷിണ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഞാൻ ആരടുത്തും ഒരു പൈസ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര വേണം എന്ന് നോക്കാൻ എന്ന് ഞാൻ ആരടുത്തും പറയാറില്ല. ഒരാൾ പോലും എൻ്റെ അടുത്ത് ഞാൻ പൈസ ഇത്ര വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളോട് പോലും. അപ്പൊ ഞാൻ എന്നെ വിളിച്ചാൽ പോലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദക്ഷിണ ഇട്ടുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിന് മനോധർമ്മം പോലെ, നിങ്ങളുടെ മനോധർമ്മം പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോ പലവരും പലതരത്തിൽ ദക്ഷിണ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ദക്ഷിണ കുറഞ്ഞു പോയി വെച്ചിട്ട് അവരെ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ദക്ഷിണ കൂടി വെച്ചിട്ട് അവരെ നോക്കുക. സമ്പന്നരും വരും നമ്മളെ കാണാൻ, പാവപ്പെട്ടവരും വരും, മിഡിൽ ക്ലാസ്സിലുള്ളവരും വരും, എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മളെ കാണാൻ വരുന്നുണ്ട്, നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് എല്ലാവരും നമ്മൾ നോക്കുന്ന ഒരേപോലെയാണ്. അല്ലാണ്ട് അവര് കുറച്ച് പൈസ കൂട്ടി തന്നു വെച്ചിട്ട് അവരെ സ്പെഷ്യലായിട്ട് നോക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്റെ രീതിയാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ രീതി എനിക്കറിയില്ല എന്നുള്ളതാണ്. സാധാരണ അസ്ട്രോളജർമാരും അത് രാശി വെക്കുന്നതിനോ ജാതകം നോക്കുന്നതിനോ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാറില്ല. ഒരു മുഹൂർത്തം നോക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ജാതകത്തിലെ പൊരുത്തം നോക്കുന്നതിനോ ഒന്നും ആരും പറഞ്ഞു മേടിക്കാറില്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണ് സാധാരണ അസ്ട്രോളജി ഉള്ളത്. പക്ഷെ ഈ ആൾക്കാർ പറയും എല്ലാ കാര്യത്തിനും ആൾക്കാർ പൈസ ചെലവാക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരിക്കും. 2 കാര്യം ഞാൻ പറയാം അവിടെ. അപ്പോ ഇതെന്താ ചിലവർ പറഞ്ഞു മേടിച്ചാൽ അതൊരു കുറ്റായിട്ടും കാണുന്നവരുണ്ട് ആൾക്കാർ. അയ്യോ ജ്യോതിഷം അത് നോക്കുന്ന ആള് ഇത്ര 500 വേണം എനിക്ക്, 1000 വേണം എനിക്ക്, 2000 വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ജോലി ചെയ്യുന്നത്, നിങ്ങളായിക്കോട്ടെ ജോലി ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ നമ്മളെ ജോലിക്ക് അനുസരിച്ച് ഒരു ശമ്പളം നമ്മൾ അവിടെ മനസ്സ് കണക്ക് കൂട്ടും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയും എനിക്ക് ഇത്ര ശമ്പളം വേണം, അത് എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ അവിടെ ജോലി ചെയ്യുള്ളൂ. അതിൽ കുറഞ്ഞു കഴിഞ്ഞ ചില ആൾക്കാർ അപ്പൊ അവിടെ നിന്ന് ജോലി വിട്ടു പോരും, വേറെ സ്ഥലത്തേക്ക് നോക്കും. അതെന്തിനാണ്? അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചില അസ്ട്രോളജർമാർ പറയുന്നതിൽ തെറ്റില്ല. കാരണം അവര് പറയുന്നതിന്റെ ഒരു കാരണം എന്ത്? എന്റെ സുഹൃത്തായ അസ്ട്രോളജർ പറഞ്ഞ എന്നോട് എന്താ വെച്ചാല്, ഒരു 200-300 റുപ്യ തന്നിട്ട് 4 ആളെ ജാതകമായിട്ട് വരും. ഈ 4 ആളെ നോക്കണമെങ്കിൽ ഞാൻ എത്ര സമയം മെനക്കണം? അതിന്റെ മുകളിൽ എത്ര സമയം ഞാൻ അതിന് സ്പെൻഡ് ചെയ്യണം? 1, 2, 3 മണിക്കൂർ ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഈ ജാതകം നോക്കിണ്ടാക്കുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരാളെ നോക്കാൻ എത്ര എന്ന് പറയുന്നത് തെറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാം. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ജ്യോത്സ്യന്മാർക്കല്ല, ആർക്കും പൈസ തന്നെ വേണം. അപ്പൊ എല്ലാവരും നല്ല നല്ല ജോലി തേടി നടക്കുകയാണ്. എന്തിനാ? ശമ്പളം കൂടി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കണം നല്ല രീതിയിൽ. ജീവിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം. അതിനൊക്കെ പണം തന്നെ വേണം. അതേപോലെ തന്നെയാണ് നമ്മൾ അസ്ട്രോളജർമാരും ജ്യോത്സ്യന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും കൊടുത്തിട്ട് ദക്ഷിണയാണ് സംഭവം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് തൊടിയിപ്പിച്ചിട്ട് അവർക്ക് ഉള്ള ഒരു കാര്യമല്ല നോക്കുന്നത്, പല ആൾക്കാരുടെ കാര്യം നോക്കാൻ പറയുക. അതുകൊണ്ടാണ് ചില ആൾക്കാർ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ ചില അസ്ട്രോളജർമാരൊന്നും പറയാറില്ല. നിങ്ങളുടെ മനോധർമ്മം പോലെ തന്നത് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഒരാളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും സാമ്പത്തികമായും ഉയർന്ന നിലയിൽ ജീവിക്കാൻ യോഗമുണ്ടോ എന്ന്
സൂചിപ്പിക്കുന്നത് ജാതകത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് സൂര്യനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഒക്കെ ചിന്തിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യൻ 10ാം ഭാവം, അതായത് കരിയർ ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് സൂര്യൻ നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ഇടയിലും പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി മാനസികമായി അല്ലെങ്കിൽ ദൃഢമായ വാക്കുകൾ പറയാനുള്ള കഴിവ് എല്ലാം, അദ്ദേഹത്തിന്റെ തൊഴിൽപരമായിട്ട് ഉയർന്ന ജോലി, അത് ഗവൺമെന്റ് തലത്തിലാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിലാണെങ്കിലും നല്ല ഉയരങ്ങളിലുള്ള സ്ഥാനത്തിരിക്കാനുള്ള യോഗം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ജീവിതത്തിൽ മെച്ചമുണ്ടാവാം. അപ്പോ 10ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഈ യോഗം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജാതകത്തിലെ 10ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നതെങ്കിൽ, അത് ബലവാനായിട്ടാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഈ സൂര്യൻ 10ാം ഭാവത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്നത്. സൂര്യൻ ചിങ്ങൻ രാശിയിൽ അല്ലെങ്കിൽ അതിന്റെ ഉച്ചരാശിയായ മേടത്തിൽ നിൽക്കുമ്പോഴും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. സാമ്പത്തികം മാത്രമല്ല, എല്ലാ തലങ്ങളിലും ഇയാൾ ഉയർന്നു തന്നെ നിൽക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ ശുക്രൻ തന്റെ സ്വന്തം രാശിയായ ഇടവത്തിലോ തുലാം രാശിയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയായ മീനത്തിലോ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യം, പണം, ജനങ്ങളെ ആകർഷിച്ച് വലയിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനത്തിൽപ്പെടുത്താനുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ശുക്രൻ ഇടവത്തിലോ തുലാം രാശിയിലോ മീനം ഉച്ചരാശിയായ മീനത്തിലോ നിന്ന് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാം, പണം സമ്പാദിക്കാനുള്ള വഴി വരും, വല്ല സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. അതുപോലെ നിങ്ങളിൽ ജനങ്ങൾക്ക് ഭയങ്കര ഒരു വശ്യത ഉണ്ടാവും, ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടാവും. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ആൾക്കാർ തള്ളിക്കളയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യാഴം എന്ന ഭാഗ്യഗ്രഹമായ വ്യാഴം, എല്ലാം ശുഭത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വ്യാഴം 2ൽ നിന്നാൽ, അതായത് നമ്മുടെ ധനഭാവമായ 2ൽ, അതായത് സാമ്പത്തികത്തിന്റെ ഭാവമായ 2ൽ നിന്നാൽ സാമ്പത്തികം, മാനസികം, സന്തോഷം, ജനങ്ങളിൽ സ്വാധീനം, സർവ്വഗുണങ്ങളും ഈ ഇദ്ദേഹത്തെ തേടിയെത്തുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 2ൽ ഉണ്ടോ, അത് ബലവാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗം ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴം കരിയർ ഭാവമായ 10ൽ നിന്നായി പണം, സമ്പത്ത്, ജനസ്വാധീനം, സർവഗുണങ്ങളും പല അനുഗ്രഹങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടാവും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 10ൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ ധനഭാവമായ 2ൽ നിന്നാൽ സാമ്പത്തികമായിട്ടും എല്ലാ ഭൗതിക സൗകര്യങ്ങളോടുകൂടി സുഖ സൗകര്യങ്ങളോട് ജീവിക്കാനും ജനങ്ങളെ ആകർഷിച്ച് നമ്മുടെ സ്വാധീനത്തിൽപ്പെടുത്താനും, അതുപോലെ ധാരാളം ധനനേട്ടങ്ങളും സമ്പത്ത് നമ്മുടെ കയ്യിൽ ധാരാളം വരും ശുക്രൻ 2ൽ ബലവാനായിട്ട് നിന്നാൽ. അത് നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിപ്പിക്കുക. ആകർഷണത്തിന്റെ ഗ്രഹമായ ശുക്രനോ ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴമോ അഷ്ടമഭാവത്തിൽ, അതായത് 8ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധാരാളം സമ്പത്ത് നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. ജ്യോതിഷം ചില ഭാഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് അഷ്ടമഭാവം. അഷ്ടമം എന്ന് പറഞ്ഞാൽ പൊതുവെ അസ്ട്രോളജർമാരും ആരും അഷ്ടമഭാവം മോശമാണെന്ന് പറയുക. പക്ഷെ ഈ ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴമോ ആകർഷണത്തിന്റെ ഗ്രഹമായ ശുക്രനോ അഷ്ടമഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവും എന്നാണ് പറയാം. വളരെയധികം സമ്പത്ത് ഉണ്ടാവും എന്നാണ് പറയാം. പക്ഷെ ഈ സമ്പത്ത് നിങ്ങൾക്ക് നേടാനുള്ള, നിങ്ങൾ മാത്രം നേടിയെടുക്കുന്നതല്ല, മറ്റുള്ള ആൾക്കാരിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ നോക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് ഭംഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില പരിഹാരങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക, സൂര്യൻ നിൽക്കുക, അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുക, അല്ലെങ്കിൽ 2ൽ നിൽക്കുക, ഈ പറഞ്ഞ ഭാവങ്ങൾ നിന്നിട്ട് അതിന് ബലക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അനുഗ്രഹങ്ങളോ ഈ സാമ്പത്തിക നേട്ടങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലേ ഒന്ന് പരിശോധിപ്പിക്കുക. അങ്ങനെ ബലക്കുറവ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളുണ്ട്. അതിന് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയും ഉടമയായി തീരും നിങ്ങൾ. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.